ഇനി ഇങ്ങനെ ചെയ്യുവാണ് എന്റെ ചേട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കുമ്പം അവനെങ്കിൽ പിന്നെ ചേട്ടൻ അറിഞ്ഞ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയി പോകുമെന്ന് പറഞ്ഞ് ഇവളെ പെട്ടെന്ന് തന്നെ ചെന്ന് പറയാൻ വേണ്ടി പറയും. അതിനുശേഷം ഡുവാൻ അവളുടെ കൂടെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കുമ്പം ഇവൻ ഓസിന് ഫുഡ് വാങ്ങിച്ചതിന് ഇവൾക്ക് താങ്ക്സ് പറയും. അപ്പോഴാണ് അവളും നിങ്ങൾക്കിങ്ങനെ ഓസിന് കഴിക്കാൻ നാണയില്ലെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പം അവിടേക്ക് വന്നൊരു പെങ്കൊച്ചും ഇവൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ആ കൊച്ചും ചോദിക്കും. അപ്പോഴാണ് അവനും ഇവിടുത്തെ കമ്പ്യൂട്ടർ സയൻസ് ഈ ഇടയ്ക്കായിട്ട് ജോയിൻ ആയതോളെന്ന് പറയും. അതുകൊണ്ട് ആ കൊച്ചു വിശ്വസിച്ച് അവിടെ നിന്ന് പോകുമ്പം ഇവളും നീ ഏത് കാലത്താണ് ഇവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ തുറിച്ചു നോക്കും. അപ്പോഴാണ് അവനും അവൾക്ക് തന്നെ ഇത് കള്ളാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവനെ കാണാൻ എല്ലാവർക്കും എങ്ങായിട്ട് തോന്നുന്നതെന്ന് ഇപ്പൊ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ അതിനുശേഷം ഇവർക്ക് വരാമെന്ന സമ്മർ വെക്കേഷന് എല്ലാവരും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുമ്പം സാങ്ഷിയുടെ കൂട്ടുകാരിയും അവളുടെ ബോയ് ഫ്രണ്ടായിട്ട് കറങ്ങാൻ വേണ്ടി അവൾ ഇവിടെ തന്നെ താമസിക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് സാക്ഷിയും എങ്കിൽ പിന്നെ ഡുവാൻ്റെ കൂടെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണ ഇവൾ ഏതെങ്കിലും കമ്പനി ഇന്റേൺഷിപ്പിന് വർക്ക് ചെയ്താല് വീട്ടുകാർ വിശ്വസിക്കത്തുള്ളെന്ന് പറഞ്ഞ് ഇവളൊരു പ്ലാൻ ചെയ്യും. അതുകൊണ്ട് അച്ഛനമ്മയോട് പറഞ്ഞ സമ്മതിക്കത്തില്ലെന്ന് അവളുടെ ചേട്ടനോട് സഹായം ചോദിക്കുമ്പം അവന് പിടിയിട്ടും ഇവൾക്ക് ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒന്നിച്ച് കറങ്ങാൻ വേണ്ടിയാ ഇപ്പൊ ഈ ഉടായി പറക്കുന്നീന്ന്. അതുകൊണ്ട് അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ വീട്ടിലേക്ക് വരാൻ പറയുമ്പം അവളും ദേഷ്യത്തി അവനെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ നോക്കും. പക്ഷെ ഇവളുടെ ചേട്ടനാണ് ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് ഇവളും നിനക്ക് ഗേൾ ഫ്രണ്ട് ആയില്ലെന്ന് പറഞ്ഞ് ജലസായി എനിക്കൊരു ബോയ് ഫ്രണ്ട് കിട്ടിയതാണ് കുഴപ്പമെന്ന് അവനെ വഴക്കുറയുമ്പം അവന് എനിക്ക് ഈഫ എന്ന് പറഞ്ഞ് ഗേൾ ഫ്രണ്ട് സെറ്റ് ആയെന്ന് പറഞ്ഞ് ഇവളോട് ഇപ്പൊ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് മുമ്പ് ഒരു തവണ എയർപോർട്ടിൽ ക്രഷിന് വേണ്ടി പോയി നാണം കെട്ട പോലെ ഈ തവണ നാണം കെടാതെ ബുദ്ധി യൂസ് ചെയ്യുന്ന പറഞ്ഞ് അവളെ കുറെ അഡ്വൈസ് ചെയ്യും. അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞ് ഡുവാന്റെ ബർത്ത്ഡേ വരുമ്പോഴാണ് ഇവൻ അതൊന്നും ഓർമ്മയില്ലാതെ സാങ്ഷിയെ ഫോൺ വിളിച്ച് ഇവളിന്ന് ഫ്രീ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇന്ന് ഫ്രീ അല്ല ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ഇവന് വേണ്ടി കമ്പനിയുടെ പുറത്ത് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് അവനെ സന്തോഷത്തി എന്നെ വിളിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ് അവളുടെ കൂടെ ഒരുമിച്ച് പോകുമ്പം അവളും ബർത്ത്ഡേ പോലും മറന്നിട്ട് എന്തൊരു ജീവിതം ജീവിക്കുന്നതെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പം അവന് എന്നെ ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്, പക്ഷെ ഈ ബർത്ത്ഡേ എന്റെ പ്രായത്തിന് ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞ് ഇവൻ 27 വയസ്സ് വരുന്നതിന് മുമ്പേ തന്നെ കല്യാണം കഴിക്കണം എന്നറിയും. അപ്പോഴാണ് അവളും 27 വയസ്സിന് മുമ്പോ, പക്ഷെ ആ സമയത്ത് ഞാൻ അപ്പോഴും കോളേജിലായിരിക്കും എന്ന് ഇവളും പറയുമ്പം അവനപ്പം നീ തന്നെ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്ന് പറഞ്ഞ് അവളിട്ടാക്കും. അങ്ങനെ ഇവർ തമ്മിലെങ്കിലും തർക്കിച്ചോണ്ടൊരുമേരാണ് സാക്ഷി എന്തായാലും ഇവനെ പോലെ പ്രായം മൂത്തവരൊന്നും കല്യാണം കഴിക്കത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും നീ എന്നെ തന്നെയാണോ പറഞ്ഞെന്ന് പറഞ്ഞ് അവളായിട്ട് തമാശയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് സാക്ഷിയുടെ ചേട്ടനും ഇവന് ബർത്ത്ഡേ വിഷു അറിയാൻ വേണ്ടി ഫോൺ വിളിക്കും. അതുകൊണ്ട് അവന് സ്പീക്കർ ഇട്ടിട്ട് ഇവന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ചേട്ടനും സാക്ഷിയുടെ ബോയ് ഫ്രണ്ടിനെ ഇവനെല്ലാം അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ ചോദിക്കും. അപ്പോഴാണ് ഡുവാൻ ഇത് കേട്ടിട്ട് സാക്ഷിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഓക്കെ എങ്കിൽ പിന്നെ അവനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ പറ എന്നിന് ഡുവാനും ചോദിക്കുമ്പം അവളുടെ ചേട്ടന് എല്ലാ കാര്യം പറഞ്ഞു കൊടുക്കും. അവനെക്കാളും ഒരു വയസ്സ് കൂടിയ ഒരുത്തനാണെന്ന്, കൂടാതെ അവൾ പഠിക്കുന്ന അതേ കോളേജിൽ നിന്ന് ഇറങ്ങിയെന്ന് സാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പം ഡുവാന് പിടികിട്ടി ഇവനെ തന്നെ ബോയ് ഫ്രണ്ടായിട്ട് ഉദ്ദേശിച്ച് അവനോട് പറഞ്ഞെന്ന്. അതുകൊണ്ട് നാണം കെട്ട് സാക്ഷിയും അവനെ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ പറയുമ്പം ഇവളുടെ ചേട്ടനാണ് സംശയത്തി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ്, അതിനർത്ഥം എന്നെക്കാൾ പ്രായം കൂടിയ നീയാ, ഇനി നീ വല്ലതും ആണോടാ ഏതിന് അവൻ ഏകദേശം കൺഫേം ചെയ്ത ഉടനെ സാക്ഷി പേടിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഡുവാനാണ് എന്നെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നീ അതിനും എന്നെ ബോയ് ഫ്രണ്ട് ആക്കിയെന്ന് അവളായിട്ട് കളിയാക്കുമ്പം അവള് മിണ്ടാതെ വാന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് അവനും പറയാവുന്നോണ്ട് അപ്പൊ സത്യത്തിൽ നിനക്ക് എന്നോട് ഫീലിങ്സ് ഇല്ലെന്ന് ചോദിക്കുമ്പം അവള് ചെറുതായിട്ടുണ്ടെന്ന് അറിയും. അത് കേട്ട് അവനും എങ്കിൽ പിന്നെ ആ ചെറിയ ഫീലിങ്സ് കൊണ്ട് തന്നെ എത്ര വർഷം എടുത്താലും ഞാൻ നിന്നെ വളയ്ക്കാൻ നോക്കാന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തൊന്ന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ഡുവാന്റെ വീട്ടിൽ വെച്ച് ഇവളവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ് അവളാണ് ഒരു ദിവസം നമ്മൾ തമ്മിൽ കപ്പിളായതിനു ശേഷം ബ്രേക്കപ്പ് വരുവാണ്, പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടത്തില്ലെന്ന് പറഞ്ഞ് അവൾ വിഷമിച്ച് ഇവനോട് ചോദിക്കും. ഇത് കേട്ട് അവനും അപ്സെറ്റ് ആയിട്ട് ഒരു ദിവസം ഇവർ തമ്മിൽ സെറ്റ് ആകുവാണ്, അവൻ ഒരിക്കലും ബ്രേക്കപ്പ് ചെയ്യത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവനോട് സത്യത്തിൽ ഇഷ്ടമാണോ അല്ലോ എന്ന് ഇവളെ തന്നെ ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ട് അവൾക്ക് സമ്മതം വരുന്നവരെ ഇവൻ വെയിറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് അടുത്ത ദിവസം സാങ്ഷിയാണ് അവളുടെ ഫ്രണ്ട്സായിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടെ വരുന്ന മറ്റേ ജിയാങ്ങും സാങ്ഷി ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഇവളാണോ ഡുവാന്റെ പുതിയ ഗേൾ ഫ്രണ്ടും ചോദിക്കും. അങ്ങനെ അവൻ കുറെ പെമ്പിള്ളേർ പുറകെ പോയിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ അവന്റെ ട്രാപ്പ് വീടല്ലേ കൊച്ചെന്ന് പറഞ്ഞ് ഇവൾ ഇവിടെ നില്ലാത്തൊക്കെ പറയുമ്പം സാങ്ഷി അതൊന്നും വിശ്വസിക്കാതെ അവൾക്ക് ഡുവാനെ കുറിച്ച് നല്ലോണം അറിയാന്ന് പറഞ്ഞ് ഇവള് ചുമ്മാ അനാവശ്യം പറയില്ലെന്ന് പറയും. അപ്പോഴാണ് ആ കൊച്ചും ആ ഡുവാൻ നിന്റെ മനസ്സ് മാറ്റിയെടുത്തോ, നിനക്കറിയത്തില്ല അവൻ കുറെ പെമ്പിള്ളേരെ പറ്റിച്ചിട്ടുണ്ട്, കൂടാതെ എന്റെ അച്ഛൻ മരിക്കുള്ള കാരണം അവനാ, അവന്റെ കൂടെ ജീവിച്ച നീയൊക്കെ നശിച്ചു പോകത്തേ ഉള്ളു എന്നിട്ട് ഇവളും കുറെ പറഞ്ഞു നോക്കുമ്പം സാങ്ഷിയും അതൊക്കെ അവള് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവള് ചുമ്മാ പൊട്ടത്തരം വിളിച്ചു പറയേണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ദേഷ്യത്തി നിനക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാത്തില്ലെന്ന് പറഞ്ഞ് അവളായിട്ട് വഴക്കുണ്ടാക്കുമ്പം അവിടേക്കൊന്ന് സാങ്ഷിയുടെ കൂട്ടുകാരിയും മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ല പോലീസിനെ വിളിക്കുന്ന പറഞ്ഞ് അവളെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതിനുശേഷം സാങ്ഷിയും അവിടെ നിന്ന് പുറത്തു പോയിട്ട് അവളും കുറെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവും ഡുവാൻ കുറെ കഷ്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അവളും ഇനി അവനെ കുറെ ടൈം വെയിറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവൾ അപ്പം തന്നെ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ഇമോഷണൽ ആയിട്ട് ഇതെന്തിനാ ഇത്രയും പെട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഇവൾ ഇതാ ഇനി പെർഫെക്റ്റ്
പെർഫെക്റ്റ് ടൈമായിട്ട് തോന്നിയെന്ന് പറഞ്ഞ് ഇനി ഇവന് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ വയ്യെന്ന് അവൾ അറിയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇനി നീ എൻ്റെ ഗേൾഫ്രണ്ട് എല്ലാം ചോദിക്കുമ്പം അവളും ആദ്യമായിട്ട് എനിക്കാ നിങ്ങൾ ഇഷ്ടപ്പെട്ട, അതുകൊണ്ട് എനിക്കാ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് അവളുടെ ഇഷ്ടങ്ങളൊക്കെ പറയും. അപ്പോഴാണ് പെട്ടെന്ന് അവൻ അവളെ കിസ് ചെയ്യുന്നത്. എന്നിട്ട് അവനും നിന്നെ പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് ഒരാളെ പ്രേമിക്കുന്നതെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരുടെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും പക്ഷെ എൻ്റെ ഫസ്റ്റ് കിസ് എന്തിനാ ഇപ്പൊ തട്ടിയെടുത്തതെന്ന് പറഞ്ഞ് അവളും വഴക്കുണ്ടാക്കുമ്പോൾ ഇവനും ഒരു സന്തോഷത്തിൽ അവളെ പെട്ടെന്ന് കിസ് ചെയ്തതെന്ന് പറയും. അതിനുശേഷം ഇവരുടെ അകത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഡുവാൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് പെർഫെക്റ്റ് ടൈം എങ്ങനെ പെട്ടെന്ന് വന്നേം ചോദിക്കും. കാരണം ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവളെ കോളേജിൽ ഒന്ന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിരുന്ന. അങ്ങനെ ആ പ്ലാനൊക്കെ ഫ്ലോപ്പായി എന്ന് പറയുമ്പോൾ ഇവൾ എങ്ങനത്തെ പ്ലാൻ എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊന്നുമില്ല, ഈ ഡ്രാമയിലെ കാണുന്ന പോലെ കുറെ ഫ്ലവേഴ്സും ലൈറ്റ് സെറ്റപ്പ് ആയിട്ട് നിന്റെ ഹോസ്റ്റലിന്റെ പുറത്തിരുന്ന് സാക്ഷി ഐ ലവ് യു എന്ന് ഞാൻ വിളിച്ചു പോകും എന്നിട്ട് അവനൊരു ആപ്പിൾ എടുത്ത് ഇവളുടെ അടുത്ത് പ്രൊപ്പോസ് ചെയ്ത് കാണിക്കുമ്പോൾ ഇവൾ ഇതൊക്കെ ഓൾഡ് ഫാഷനാന്ന് പറഞ്ഞ് അവനെ മൊത്തത്തിൽ അങ്ങ് ആക്കി വിടും. എന്നിട്ട് അവനും ഇപ്പൊ കപ്പിൾസായ സ്ഥിതിക്ക് അവന്റെ ഫാമിലിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛൻ കാരണം ആ ജിയാങ്ങിന്റെ അച്ഛൻ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന് പറയും. അതുകൊണ്ട് അന്ന് തൊട്ട് അവളുടെ കുടുംബത്തിന് പൈസ കൊടുത്തെല്ലാം ഇവന്റെ കയ്യിൽ നിന്ന്. പക്ഷെ ആ കടപ്പാട് എപ്പോഴേ തീർന്ന്. അതിനുശേഷം ഇവന്റെ ഇപ്പൊ ആകെ കാറേ ഉള്ളു, വീടൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇനി ഇവൻ കഷ്ടപ്പെട്ട് പൈസ സേവ് ചെയ്യാന്ന് പറയുമ്പോൾ അവള് വീടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്ക് അധ്വാനിച്ചെടുക്കാന്ന് പറഞ്ഞ് അവൾ ഇന്ന് ആ ജിയാങ്ങിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയും. അതുകൊണ്ട് അവളുടെ സംസാരം ഒന്നും കേൾക്കാതെ ചുമ്മാ നിങ്ങൾ റിലാക്സ് ആന്ന് പറഞ്ഞിട്ട് ഇവനെ സമാനപ്പെടുത്തും. അതിനുശേഷം അവനും ചെന്ന് അവൾ ഹോസ്റ്റലിലാക്കിയിട്ട് അടുത്ത ദിവസം തൊട്ട് ഇവർ രണ്ടും ഡേറ്റ് ചെയ്യും. അപ്പോഴാണ് സാക്ഷിയും ഇവനെ കാണാൻ വേണ്ടി വരുമ്പം അവന്റെ അടുത്ത് വേറൊരു പെങ്കൊച്ചും ഫോൺ നമ്പറൊക്കെ ചോദിച്ചിട്ട് പോകും. പക്ഷെ അവനാണ് കൊടുക്കത്തില്ല. അതിനുശേഷം അവിടേക്ക് വന്ന അവളും മോൻ എന്തോ ഇവിടെ നിന്ന് കാണിച്ചെന്നറിഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പം ഇവന് നമ്പർ ചോദിച്ചേ ഉള്ളു, ഞാനൊന്നും കൊടുത്തില്ലെന്നറിഞ്ഞ് ഇവളെ സമാനപ്പെടാൻ പറയും. അപ്പോഴാണ് അവളും എന്നാൽ എനിക്കൊന്നും വിശ്വാസമില്ലെന്നറിഞ്ഞ് അവനായിട്ട് കളിയായിക്കൊണ്ടിരിക്കുമ്പം അവൾ ഇവൻ എന്തെങ്കിലും കാണിച്ചതുകൊണ്ടായിരിക്കും അവള് നമ്പറും ചോദിച്ചെന്നറിയും. അപ്പോഴാണ് അവനും ഞാനെന്തോ കാണിക്കാനാ, ഞാൻ ചുമ്മാ അവിടെ നിന്നോണ്ടിരുന്ന, നീ ജലസായി, അതാണ് നിന്റെ പ്രശ്നം ഏതിന് അവനും പറയുമ്പം അവളെങ്കിൽ പിന്നെ കുടിക്കാൻ ചായ വാങ്ങിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സാക്ഷിയുടെ അടുത്ത് വേറൊരു പയ്യനും വന്ന് ഫോൺ നമ്പർ ചോദിക്കുമ്പം ഇവളും ബോയ് ഫ്രണ്ടോട് ചേട്ടാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. അപ്പോഴാണ് ഇത് കണ്ടിടുവാനും ആ പയ്യൻ എന്തോ ചോദിച്ച മോളെന്ന് പറഞ്ഞ് ഇവളായിട്ട് കളിയാക്കുമ്പം അവളും വഴി അറിയാത്തോണ്ട് ഡയറക്ഷൻ ചോദിച്ചാന്ന് പറഞ്ഞ് ഇവനോട് കള്ളം പറയും. അപ്പോഴാണ് അവനും ഡയറക്ഷൻ ആണോ ഫോൺ നമ്പർ, എങ്കിൽ പിന്നെ നീ എന്തെങ്കിലും ഷോ കാണിച്ചാണ്, അതുകൊണ്ടായിരിക്കും അവൻ നിന്റെ അടുത്ത് നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചത് എന്നിന് അവൾ ഇറക്കിയ സെയിം ഡയലോഗ് ഇറക്കുമ്പം ഇവളും നമ്മൾ രണ്ടുപേർ തമ്മിൽ ഇപ്പൊ ഈക്വലായി പറഞ്ഞ് മിണ്ടാതിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും ഇനി ഇവൾക്ക് എന്തോ പ്ലാൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും കോളേജിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവൾ പുറത്ത് ഒരു ലൈബ്രറി ചെന്ന് പഠിക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവന്റെ വീട്ടിലേക്ക് വന്നോന്ന് പറഞ്ഞ് വിളിക്കുമ്പം അവളും വിളിച്ചതിന്റെ ഉദ്ദേശം വേറെ ഉണ്ടോന്ന് പറഞ്ഞ് ഇവനെ സൂക്ഷിച്ച് നോക്കും. അപ്പോഴാണ് അവനും തീർച്ചയായിട്ടും നിന്നെ പഠിക്കാൻ വേണ്ടിയാ വിളിച്ചെന്നറിഞ്ഞ് അവളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. പക്ഷെ അവനാണ് റൂമിൽ നിന്ന് പുറത്തു പോകാതെ ഇവളെ തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം അവളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അവനും ഞാനിവിടെ ചുമ്മാ ഇരുന്ന നിനക്കെന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവ സൈലന്റ് ആയിട്ട് ഇരുന്നോളെന്ന് പറയും. അപ്പോഴാണ് അവളും പക്ഷെ എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവനെ ചെന്ന് ടി വി എല്ലാം കാണാൻ പറയുമ്പം അവന് ടി വി വെച്ചാൽ നിനക്ക് സൗണ്ട് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ മൂക്കി ചുമ്മാ ടച്ച് ചെയ്തിട്ട് അവൻ പുറത്തേക്ക് ചെല്ലും. അതിനുശേഷം ഇവളും പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പം കുറച്ച് സമയം കഴിഞ്ഞ് ഇവൾക്കാണ് ഉറക്കം വരും. അപ്പോഴാണ് അവൾ ഉറങ്ങാതെ ഒരു ഇനി ഇപ്പൊ ഉറങ്ങിയ ഡുവാനെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞയച്ച പോലെ തോന്നുന്നു പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും പഠിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവസാനം ഇവൾക്ക് ഉറക്കം വരുത്തുള്ളൂ. അതുകൊണ്ട് അവൾ നല്ലോണം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഡുവാനാണ് ഇവളെ കാണാൻ വേണ്ടി വരും. അതുകൊണ്ട് അടുത്ത സെക്കൻഡ് തന്നെ ഇവള് പഠിക്കുന്നതിൽ അവിടെ നിന്ന് ആക്ടിങ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന അവനും ആ കസേര ഇരുന്ന് പഠിച്ച മോൾ എങ്ങനെ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ചുമ്മാ അവളുടെ മൂഡ് മാറാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്ന് പഠിച്ചാന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഇവളെ ബെഡിലേക്ക് ആക്കിയിട്ട് എങ്കിൽ പിന്നെ ഞാൻ നിന്റെ മൂഡ് മാറ്റി തരട്ടെ എന്ന് അവളെ ടീസ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് അവൻ തള്ളിവിട്ടിട്ട് ചുമ്മാ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കണ്ടെന്ന് അവൾ ഉറങ്ങിയ കാര്യം ഇപ്പൊ സമ്മതിക്കും. പക്ഷെ ഇവനോട് പറയാത്ത ഒരു ശിവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തോണ്ടായിരിക്കും ഇവനെ റൂമിൽ നിന്ന് പുറത്താക്കിയെന്ന് അവൻ വിചാരിക്കാതിരിക്കാനാ. അപ്പോഴാണ് അവനും ഇതൊക്കെ ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുമെന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. അതിനുശേഷം അവളും ഇവൻ കിസ് ചെയ്യാൻ വേണ്ടി അടുത്ത് വന്നപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്തോണ്ടെന്നല്ല തള്ളിവിട്ട് അവൾക്ക് ടെൻഷൻ ആയതുകൊണ്ടാന്ന് അറിയും. കാരണം ഇപ്പൊ ഇവർ കപ്പിൾസ് ആയതേ ഉള്ളു. അതുകൊണ്ട് അവൾക്ക് ആ ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവളെ തിരിച്ച് ഹോസ്റ്റലിലാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് പോകുന്ന മുമ്പേ അവളും എനിക്ക് സത്യമായിട്ട് നിന്നെ കുറെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവന് വീണ്ടും പ്രപ്പോസ് ചെയ്യുമ്പം ഇവൻ അവളുടെ നെറ്റി കിസ് ചെയ്തിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവളിപ്പോൾ ഹോസ്റ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.